ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇച്ചാമാസ് കുക്ക് ബുക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ രണ്ടാം പാർട്ടാണിത്. കഴിഞ്ഞ വീഡിയോയിൽ മുഴുവനായിട്ടും അപ്ലോഡ് ചെയ്യാൻ പറ്റായിട്ടല്ല ലെങ്തി ആയി പോകുന്നതുകൊണ്ടാണ് ഞാൻ രണ്ട് പാർട്ടാക്കിയത്. അപ്പം ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് എൻക്വയറീസ് വന്നിരുന്നു. കുറേ കമൻറ്റ് ബോക്സിലൂടെയും പേഴ്സണലായിട്ടും കുറേ ആൾക്കാർ ഓരോന്നിനും എത്രയാണ് റേറ്റ് എങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ അയാൾ ചോദിച്ചിരുന്നു. അപ്പം ഓരോന്നിൻ്റെയും റേറ്റ് ഇൻഗ്രീഡിയൻസ് വ്യത്യാസമായതുകൊണ്ട് തന്നെ ഓരോന്നിനും റേറ്റും വ്യത്യാസമാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും റേറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുനാഫ ക്രീമി ക്രഞ്ചിൻ്റെ റെസിപ്പി നോക്കാം. ഞാനിവിടെ ഒരു 1/4 കിലോ ബദാം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് വെച്ചിട്ട് ഒന്ന് പീൽ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നമ്മൾ പിസ്ത ചെയ്തത് ഇതുപോലെ പീൽ ചെയ്തിട്ട് ഡയറക്റ്റ് ഞാൻ ക്രീമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ബദാം അങ്ങനെയല്ല ചെയ്യുന്നത്. ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഞാൻ. ഒരു ഡിഷിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ഫ്ലാറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഞാൻ ഓവനിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഒരു 75-100 ഡിഗ്രീൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചറിൽ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം ഞാൻ ഇതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചോപ്പറിലിട്ടിട്ട് ക്രീമാക്കാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ചെറിയൊരു പാളിച്ച പറ്റി. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഗസ് വെച്ചിട്ട് ഞാൻ ഈ ക്രീം ഉണ്ടാക്കിയതാണ്. പക്ഷേ ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതെങ്ങനെ ഉണ്ടാക്കും എന്നുള്ളൊരു ഐഡിയ ഉണ്ടായില്ല. അപ്പം ഞാൻ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തു. അപ്പോൾ എനിക്ക് എങ്ങനെയായിട്ട് ക്രീമി ആയിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. അപ്പം ഞാൻ ലാസ്റ്റ് എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ ചേർത്തതിന് ശേഷം ലാസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ എനിക്ക് കറക്റ്റ് ക്രീമായിട്ട് കിട്ടി. ആ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്ന വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടു കേട്ടോ. ബദാം നന്നായിട്ട് ചോപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഗനാഷും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഏകദേശം ഒരു ഗസ് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം കുറച്ച് തിളപ്പിച്ചാറ്റിയ പാല് ഒഴിച്ച് കൊടുത്തു. കുറച്ച് ഏകദേശം ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് വീണ്ടും ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് ഗനാഷും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗനാഷൊക്കെ അതിനാവശ്യമുള്ള ആ ഒരു ബദാമിന് നമ്മൾക്ക് പേസ്റ്റായിട്ട് കിട്ടേണ്ട ആ ഒരു കണക്കിനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൽ അളവൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഞാൻ കൂടുതലാണല്ലോ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതും കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുത്തതിന് ശേഷം എന്നിട്ടും അത് നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടുന്നുണ്ടായിട്ടില്ല. കണ്ടോ, നല്ല തരിതരിപ്പായിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാനെടുത്തിട്ട് ഒന്നുകൂടി മിക്സിയിലിട്ടിട്ട് അടിച്ചതിന് ശേഷം കുറച്ച് നല്ല ക്രീമി ആയിട്ട് നല്ല തിക്ക് ക്രീമി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതങ്ങോട്ട് മാറ്റി വെച്ച് ഇനി ഞാൻ കണ്ടെയ്നറിൽ ഓരോ പീസ് കേക്ക് ഇട്ട് കൊടുത്തിട്ട് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മിൽക്കിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ട് പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി കേട്ടോ. സ്റ്റോറേജ് ഫുള്ള് ഇങ്ങനെ കാണിക്കുമ്പം കുറേ വീഡിയോ ഒക്കെ ഡിലീറ്റ് ആക്കി. അപ്പോൾ അതിലതും പെട്ടുപോയി. അപ്പോൾ ഞാൻ മിൽക്ക് ഉണ്ടാക്കിയത് നമ്മൾ ട്രസ്ലി ചീസിന് ഉണ്ടാക്കുന്ന മിൽക്ക്, ഇവാപ്പറേറ്റ് മിൽക്കും കണ്ടൻസ്ഡ് മിൽക്കും ഫ്രഷ് ക്രീം ഇതും കൂടിയാണ് ഞാൻ മിൽക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ 3 പ്രാവശ്യം ഉണ്ടാക്കി. ഞാൻ കുറച്ചുണ്ടാക്കി, എന്നിട്ട് അത് പോരാ പിന്നെയും ഉണ്ടാക്കി അങ്ങനെ 3 പ്രാവശ്യം ഉണ്ടാക്കിന് കേട്ടോ. ഇനി അതിനായിട്ട് ഒരു ക്രീം ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഏകദേശം ഒരു 1-1.5 കപ്പോളം ഫ്രഷ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചീസ് ക്രീമാണ്. ചീസ് ക്രീമോ ക്രീം ചീസോ എന്തും പറയാം. അപ്പോൾ ക്രീം ചീസ് ഞാൻ വീട്ടിലുണ്ടാക്കിയതാണ്, ഹോം മെയ്ഡാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 1 ലിറ്റർ ഏകദേശം 1.5 ലിറ്ററോളം പാല് ക്രീം ചീസാക്കി എടുത്തിട്ടുണ്ടായിന്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾക്ക് വാങ്ങാൻ കിട്ടുന്നത് ചേർത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആണല്ലോ വാങ്ങുമ്പോൾ. അപ്പം നമുക്ക് ഈ ചിലവ് നമ്മളെ എക്സ്പെൻസും നമ്മളെ വരുമാനവും ഒക്കെ ആകുമ്പോൾ അത് ഒപ്പിച്ച് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വീട്ടിലുണ്ടാക്കിയത് ക്രീം ചീസ്. അപ്പോൾ ക്രീം ചീസും കൂടി ആ ക്രീം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ആ കേക്കിൻ്റെ മേലെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഹാമ്പറിന് ഞാൻ ചെയ്ത 3 ഡെസേർട്ടും എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഗസ് ചെയ്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. പക്ഷേ എല്ലായിടത്തും നല്ല റിവ്യൂ ആണ് കിട്ടിയത്, നല്ല ഫീഡ്ബാക്കാണ് കിട്ടിയത്. എല്ലാവരും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിനെന്ന് പറഞ്ഞിരുന്നു. ചില ആൾക്കാർക്ക് മതിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആ ക്രീമെല്ലാം ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ പൈപ്പിംഗ് ബാഗ് കൊണ്ട് സ്ക്വീസ് ചെയ്തിട്ട് ചെയ്തതാണല്ലോ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് എടുക്കാം.
ക്രീം ഒന്ന് ലെവലാക്കിയതിന് ശേഷം ഇതൊന്ന് ഫ്രിഡ്ജിൽ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് കുനാഫ റെഡിയാക്കാം. ഞാനിവിടെ 1/2 കിലോൻ്റെ കുനാഫ ഡോ വാങ്ങിയിട്ടുണ്ട്. അതൊന്ന് ഇതുപോലെ പിന്നെ സെപ്പറേറ്റ് ആക്കിയത്, ചില കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കി ഇടുന്നുണ്ട്. നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാനുള്ളതാണ്. അപ്പം ഒട്ടിപ്പിടിച്ച് നിന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ക്രിസ്പിയായിട്ട് കിട്ടൂല. അതുകൊണ്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് നന്നായിട്ട് പിഞ്ചി ഇട്ടിട്ട് പിന്നെ ചെറിയ പീസായിട്ട് ഞാൻ കത്രിക കൊണ്ട് മുറിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചെറിയ പീസായിട്ട് കത്രിക കൊണ്ട് മുറിച്ചെടുത്തു. അതിനുശേഷം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൾസ് ചെയ്തിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്തത്. കൂടുതൽ പൊടിക്കണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു കറക്റ്റ് പാകത്തിന് ഒന്ന് നമുക്കത് പീസായിട്ട് കിട്ടും. ഇതുപോലെ കത്രിക കൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ട് മുഴുവൻ എടുത്ത് ഇനി കുറച്ചായിട്ട് മിക്സിയിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്താൽ മതി കേട്ടോ. ഒരു 1-2 പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്തിട്ട് പിന്നെ മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കുറച്ച് നീളത്തിലുള്ള പീസ് തന്നെ നന്നായി പൊടിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ ഞാൻ മുഴുവനും ഇതുപോലെ പിന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക്, ഞാനിത് 1/2 കിലോ ഡോ ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 150 ഗ്രാം മെൽറ്റഡ് ബട്ടർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടൊന്ന് നന്നായിട്ട് ആ ബട്ടർ കുനാഫയുടെ ഓരോ നാരിലും പിന്നെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുറച്ചായിട്ട് ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. കുനാഫ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ തന്നെയാണ് ചെയ്യുക. അതുപോലെ തന്നെ കുനാഫ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈ ഒരു ഡോ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് വേണ്ട കേട്ടോ. കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള പീസായിരിക്കണം. ഇത് ഞാൻ ചെറുതായിട്ടാണ് പിന്നെ പീസാക്കിയിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നന്നായിട്ട് ഇതുപോലെ കൈ കൊണ്ട് തേച്ച് ബട്ടർ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ പിന്നെ ഒന്ന് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ചായിട്ട് ബേക്കിംഗ് ട്രേയിൽ നിരത്തിയിട്ട് പിന്നെ ഒരു 120 ഡിഗ്രിയിൽ ഏകദേശം ഒരു 15-20 മിനിറ്റോളം ഞാൻ ബേക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒന്ന് നന്നായിട്ട് നിരത്തി കൊടുക്കാം. കൂട്ടിയിടരുത്. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചില ഭാഗത്ത് പുറത്ത് കാണുന്ന ഭാഗത്ത് ക്രിസ്പിയാവും, ഉള്ളിൽ ക്രിസ്പി ആവില്ല. അതുകൊണ്ട് ഇതുപോലെ നിരത്തിയിട്ടിട്ട് ഒരു ഏകദേശം 120 ഡിഗ്രി ഇതിൻ്റെ ഓവൻ്റെ ടെമ്പറേച്ചർ പോലെയാണ് കേട്ടോ. ചിലപ്പോൾ 150 ഡിഗ്രി വേണ്ടി വരും, ചിലപ്പോൾ 120 ഡിഗ്രി വേണ്ടി ഓരോ ഓവൻ്റെ ടെമ്പറേച്ചർ പോലെ. നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളെ ഓവൻ്റെ ടെമ്പറേച്ചർ എങ്ങനെയാണെന്ന്. അതങ്ങനെ മുഴുവനും ഞാൻ അങ്ങനെ ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതും വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം ഇതിൻ്റെ എല്ലാം നടുക്ക് വീഡിയോ എടുക്കലും കുറച്ച് ഭയങ്കര പാടുള്ള സംഭവമാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് വിട്ടുപോകും. അപ്പോൾ നമ്മളുണ്ടാക്കിയ ബദാം ക്രീം സെറ്റായ പിന്നെ ഇതിൻ്റെ വിപ്പിംഗ് ക്രീമിൻ്റെ മേലെ, ചീസ് ക്രീമിൻ്റെ മേലെ പിന്നെ ഒന്ന് ഇതുപോലെ സ്ക്വീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ കുനാഫ റോസ്റ്റ് ചെയ്തത് മുഴുവനും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് ഇതിങ്ങനെ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് ഓരോ സ്പൂൺ എടുത്ത് വായിലിട്ട് തിന്നു പോയിന് കേട്ടോ. നല്ല ക്രിസ്പിയാണ് ഇതുപോലെ. പക്ഷേ ഓവനിൽ വെച്ചിട്ട് പിന്നെ നിങ്ങളിതിങ്ങനെ ക്രിസ്പി ആക്കി എടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. അത് നോക്കി കണ്ണ് തെറ്റിപ്പോയിനെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞു പോകാൻ സാധ്യത. അതുകൊണ്ട് ഒരേ കളറിൽ ഒരേ രീതിയിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് നോക്കി നിന്നിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ സെറ്റായ ഇതിൻ്റെ മേലെ ബദാം ക്രീം ഞാൻ വെച്ച് കൊടുത്തു. അതിൻ്റെ മേലെ ഈ കുനാഫ ഒന്ന് പിന്നെ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ മേലെ കുറച്ച് ന്യൂട്ടല്ല ഇതുപോലെ ഡ്രിസിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ന്യൂട്ടല്ല വേണമെന്നില്ല, നിങ്ങൾക്ക് പിന്നെ ചോക്ലേറ്റ് ഗനാഷും ചേർത്ത് കൊടുക്കാം. ഞാൻ ന്യൂട്ടല്ലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ ഡ്രിസിൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മേലെ കുറച്ച് പിന്നെ നട്ട്സ്, റോസ്റ്റ് ചെയ്ത നട്ട്സും ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഡിഷ് ഇവിടെ റെഡിയായി. മൂന്നാമത്തെ ഡെസേർട്ട് ഇവിടെ റെഡിയായി. 2 ഡെസേർട്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. ഇനി ക്രഞ്ചി ബ്രൗണി ടബ് ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു ബ്രൗണി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി. ഇതിൽ ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നതേ ഉള്ളൂ, മെഷർമെൻറ്റ് പറയുന്നില്ല കേട്ടോ. 4 മുട്ട ഞാൻ ചെറുതായിട്ടൊന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത്, ഹൈ സ്പീഡിലൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കുകയേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് ഫ്ലഫി ആക്കി എടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ അതിലേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചോക്ലേറ്റും ബട്ടറും കൂടി, ഡാർക്ക് കോമ്പൗണ്ടും ബട്ടറും കൂടി പിന്നെ മെൽറ്റ് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അതും ലോ സ്പീഡിൽ, പിന്നെ നമ്മളെ ബ്ലെൻഡർ 1ലാണ് ഞാൻ ഇട്ടിട്ടത് കേട്ടോ. 1ലിട്ടിട്ട് ഒന്ന് അത് മിക്സ് ആക്കി എടുക്കാം. ഈ ചോക്ലേറ്റ് മിക്സും ഈ മുട്ടയുടെ മിക്സും നന്നായിട്ട് പിന്നെ കമ്പൈൻ ആകണം. ആ ഒരു രീതിയിൽ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
അത് മിക്സ് ചെയ്തതിന് ശേഷം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചോക്ലേറ്റ് പൗഡറും കൊക്കോ പൗഡറും പിന്നെ മൈദയും ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കുറച്ച് കുറച്ചായിട്ട് പിന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ഫോൾഡ് ചെയ്തിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബീറ്റ് ചെയ്യുന്നില്ല. ഞാനിവിടെ 9 ഇഞ്ചിൻ്റെ ട്രേയിലാണ് ഇതൊന്ന് പിന്നെ ബേക്ക് ചെയ്തിട്ട് എടുക്കുന്നത്. ഇതുപോലെ 3 ട്രേ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിന്. നമ്മൾ ഈ 17 ഡിഷിനും കൂടിയിട്ട് 3 ട്രേ ആണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ 150 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്താൽ നമ്മൾ ബ്രൗണി റെഡിയായി. ഇതുപോലെ സ്ക്യൂർ കൊണ്ട് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എയറൊക്കെ ഒന്ന് പുറത്ത് പോയിക്കോളും കേട്ടോ. അപ്പം ബ്രൗണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സാധാരണ ഉണ്ടാക്കാറുള്ളത് പിന്നെ നട്ട്സും കൂടി ചേർത്തിട്ടാണ്. അപ്പോൾ നട്ട്സ് ചേർക്കാതെയാണ് ഞാൻ ഇതിലേക്ക് ഉണ്ടാക്കിയത്. ഇതിൽ നമ്മൾ ഗനാഷും പിന്നെ നട്ട്സും ഒക്കെ പുറമേ ചേർക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നട്ട്സ് ചേർക്കാതെ വെറും ബാറ്റർ മാത്രമാണ് ഞാനിപ്പം ബ്രൗണി ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോന്നും ചെറിയ ചെറിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രൗണി 64 പീസാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ 3 ട്രേ ആണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഓരോ കണ്ടെയ്നറിലും 10 പീസ് വീതം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 9 പീസോ 10 പീസോ എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ നമുക്ക് ഗനാഷ് പോർ ചെയ്യാം. ഈ ബ്രൗണി ടബിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കിയിരുന്നു. ഫിയറ്റിൻ എന്നാണ് എനിക്ക് പറയാം. പക്ഷേ ഞാനത് ഉണ്ടാക്കിന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് സിലിക്കോൺ ഷീറ്റിലായിരുന്നു. അപ്പോൾ പഴയ ഒരു സിലിക്കോൺ ഷീറ്റിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ പഴയ സിലിക്കോൺ ഷീറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ പഠിച്ചിട്ട് ഞാൻ ബട്ടർ പേപ്പറിലാണ് ഉണ്ടാക്കിയത്. ഇതുപോലെയാണ് ഉണ്ടാക്കിയാൽ ഉണ്ടാകുക. പക്ഷേ ബട്ടർ പേപ്പർ ഉണ്ടാക്കിയപ്പം എനിക്ക് ബട്ടർ പേപ്പറിൽ എനിക്കിത് അടത്തി കിട്ടിയില്ല. അതിന് മുന്നേ ഞാൻ സിലിക്കോൺ ഷീറ്റിൽ ഉണ്ടാക്കിയതാണ്. ഇത് നല്ല ടേസ്റ്റും നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇത് ഞാൻ ഗനാഷിൽ ചേർത്തിട്ടാണ് ബ്രൗണി ടബിലേക്ക് പോർ ചെയ്തത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. 30 ഗ്രാം ബട്ടറും 30 ഗ്രാം ഐസിങ് ഷുഗറും ഒന്ന് മിക്സ് ആക്കുക. അതിനുശേഷം 30 ഗ്രാം പിന്നെ ഇത് മുട്ടൻ്റെ വെള്ള അതും കൂടി മിക്സ് ആക്കിയതിന് ശേഷം 30 ഗ്രാം മൈദ ഇതും കൂടി എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആ ഒരു ബാറ്റർ നമ്മൾ സിലിക്കോൺ ഷീറ്റിൽ നന്നായിട്ട് പിന്നെ സ്പ്രെഡ് ചെയ്തിട്ട് പിന്നെ ഒരു തിൻ ഷീറ്റാക്കി എടുത്തിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 150-160 ഡിഗ്രിയിൽ ഒരു 5-10 മിനിറ്റ് ബേക്ക് ചെയ്താൽ തന്നെ നമുക്ക് ആ നല്ലൊരു ക്രിസ്പി ആയിട്ടുള്ളൊരു പിന്നെ ഫിയറ്റിൻ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. അത് ഞാൻ പിന്നെ യൂട്യൂബിൽ നോക്കി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ അത് ഗനാഷിലേക്ക് പൊടിച്ച് ചേർത്ത് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ടൊന്ന് ചേർത്തിട്ട് അത് ഇതിലേക്ക് പോർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രൗണിയിലേക്ക് പോർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സംഭവമാണിത് കേട്ടോ. ഈ ഫിയറ്റിൻ എന്ന് പറയുന്നത് നല്ല ക്രഞ്ചി ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് വെറുതെ തിന്നാനും നല്ല ടേസ്റ്റിന് ഇതുപോലെ എന്തെങ്കിലും ഗനാഷിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി ചേർത്തിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ 4ാമത്തെ ഡിഷായ ബ്രൗണിയും ഇവിടെ റെഡിയായി. ഇനി ഇതൊരു പാക്കിംഗ് ആണ്. ഇതിൻ്റെ പാക്കിംഗ് ആണ് ഭയങ്കര എന്താ പറയുക ബുദ്ധിമുട്ടുള്ള സംഭവം. എനിക്ക് ഈ സമയമാകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം പെരുന്നാളിൻ്റെ തലേന്ന് 5 മണിക്ക് ഡെലിവറി ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് ആകുന്ന മാതിരിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഹെൽപ്പിന് വേണ്ടിയിട്ട് എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു ചെറിയ മോളെ വിളിച്ച് അപ്പോൾ അവളും കൂടി വന്നിട്ടാണ് എനിക്ക് പിന്നെ എന്താ പറയുക ഈ സ്റ്റിക്കർ മുറിച്ച് തരാനും ബോക്സ് റെഡിയാക്കി തരാനെല്ലാം ഓളും കൂടി സഹായിച്ചത് കൊണ്ടാണ് എനിക്ക് ആ കൃത്യ ടൈമിന് എനിക്ക് കൊടുക്കാൻ പറ്റിയത്. അല്ലെങ്കിൽ എനിക്ക് കൃത്യ ടൈമിന് കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം അത്രക്ക് ടെൻഷനും അതിൻ്റെ കൂടെ തന്നെ ഇത് സമയമാണല്ലോ നമുക്ക് വലുത്. നമുക്ക് ഈ സമയത്തിനെല്ലാം ഉണ്ടാക്കി എടുക്കാമെന്ന് വെച്ചാൽ വലിയ പാടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ എത്ര സമയം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലും നമുക്ക് ഈ ബേക്കിംഗ് ഐറ്റമൊക്കെ നമുക്ക് ആ ഒരു ടൈമിൽ ഉണ്ടാക്കി ആ ഒരു ടൈമിലൊന്ന് ഡെലിവറി ചെയ്യണമെങ്കിൽ നല്ല പാടാണ്. പിന്നെ അപ്പോൾ അങ്ങനെ അവളും കൂടി സഹായിച്ചത് കൊണ്ടാണ് എനിക്കെല്ലാം കൃത്യമായിട്ട് ടൈമിന് കൊടുക്കാൻ പറ്റിയത്. ടാഗ് കെട്ടിയിടാനും പിന്നെ അങ്ങനെ എല്ലാം ഒരുപാട് എനിക്ക് സഹായിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവെല്ലാം ഇവിടെ റെഡിയായി. ഇനി എല്ലാം ഓരോന്നും എടുത്ത് ബോക്സിലിട്ടിട്ട് പാക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ ഓരോ ബോക്സിലും പിന്നെ കുറച്ച് ഷ്രെഡഡ് കളേഴ്സ് പേപ്പർ മേടിച്ചിരുന്നു. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്നിങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ ഈ 4 പിന്നെ കണ്ടെയ്നറും വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. കറക്റ്റ് എനിക്ക് ബോക്സ് എനിക്ക് കിട്ടിയില്ല. കാരണം 1 kg ബോക്സ് ആണെങ്കിൽ കറക്റ്റ് 4 ബോക്സ് നല്ല ടൈറ്റായിട്ട് നിൽക്കാൻ നല്ല പിന്നെ കണക്കായിരുന്നു. പക്ഷെ എനിക്ക് കൂടുതൽ ബോക്സ് എനിക്ക് 1 കിലോൻ്റെ പിന്നെ കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ 10x10 10ൻ്റെ 1.5 കിലോൻ്റെ ബോക്സാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ അത് എല്ലാം കൂടി ഇങ്ങനെ ഇറക്കി പിന്നെ മൊത്തം എടുത്ത് വെച്ചിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. കാരണം ആ സമയമാകുമ്പോഴത്തേക്ക് തന്നെ 5 മണിക്ക് തന്നെ ഡെലിവറിക്ക് എടുക്കാൻ ആൾ വന്നിരുന്നു. അപ്പം എനിക്ക് മുഴുവനും പാക്കിങ് കഴിഞ്ഞിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ വന്നിട്ട് എടുക്കുന്നവർക്കെല്ലാം അങ്ങ് കൊടുത്തു. പിന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അവർക്ക്
അവരതാണ് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുത്തത്. ഒരു 5 പീസ് പിന്നെ ആൾ വന്നിട്ട് എടുക്കുകയാണ് ചെയ്തത്. ബാക്കി 12 പീസും ഞാൻ ഡെലിവറി ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഒരു ആശംസ ടാഗും പിന്നെ ഒരു ലേസ് റിബൺ ലേസും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ പിന്നെ ഡെലിവറി ചെയ്തത്. ഇതെല്ലാം ഇടാൻ വേണ്ടിയിട്ട് ഒരു പാക്കറ്റും ഒരു ക്യാരി ബാഗും വാങ്ങിയിരുന്നു. അപ്പം അതിൻ്റെ എല്ലാം കൂടി എക്സ്പെൻസ് കൂട്ടാന്ന് വെച്ചാൽ എനിക്ക് ഒരു വലിയൊരു പ്രോഫിറ്റൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഒരു എന്താ പറയുക, നമുക്കൊരു മനസ്സിനൊരു സുഖം ഇതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക സാറ്റിസ്ഫാക്ഷനാണ് ഏറ്റവും മുഖ്യം. പിന്നെ ഒരു എക്സ്പീരിയൻസുമായി. പിന്നെ ഇനി നമുക്കൊരു ഒരവസരം വന്നാൽ ഇതുപോലെ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻറ്റും കിട്ടി. അപ്പം ഇതിന് ഇറങ്ങി തിരിച്ചപ്പം ഇതിൻ്റെ പണിയൊക്കെ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു ഇനി റബ്ബേ ഇനി ഒരു പണിക്കില്ല എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഡെലിവറിയൊക്കെ ചെയ്തതിന് ശേഷം ഇനിയും ഒരു കൈ നോക്കാമെന്നുള്ളൊരു തോന്നലുണ്ടായിന്. ഇൻഷാ അല്ലാ ഇനി അവസരം വന്നാൽ ഇനിയും ഒരു കൈ നോക്കാമെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനം. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇൻഷാ അല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.